നൂറിന് ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബേസിക്സിനെ കുറിച്ചാണ്. അതായത് ഒരു ടെക്സ്റ്റ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യുക, അതെങ്ങനെ കട്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം, ഒരു ടെക്സ്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, അതുപോലെ എങ്ങനെ സെലക്ട് ചെയ്യുക, അൺഡു ചെയ്യുക, റീഡു ചെയ്യുക എന്നിവയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസേർഷൻ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വെർട്ടിക്കൽ ബ്ലിങ്കിങ് ലൈൻ കാണും. ഇതിനെയാണ് നമ്മൾ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് ഡീഫോൾട്ട് ആയിട്ട് എപ്പോഴും ലെഫ്റ്റ് ടോപ്പ് കോർണറിലായിരിക്കും കാണപ്പെടുന്നത്. ഇതിന്റെ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആരോ കീസ് വെച്ചിട്ടും ചേഞ്ച് ചെയ്യാം. മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു കേഴ്സറിനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ആരോസ് വെച്ചിട്ട് അതിനെ മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മുമ്പത്തെ ട്യൂട്ടോറിയലിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ കുറച്ച് റാൻഡം ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻസേർഷൻ പോയിന്റ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ലെഫ്റ്റ് കോർണറിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അഥവാ മാനുവലായിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ കീബോർഡിനകത്തുള്ള ഡൗൺ ഏരോ വെച്ചിട്ട് അത് താഴോട്ട് കൊണ്ടുവരാം, അതുപോലെ അപ്പ് ഏരോ വെച്ചിട്ട് ടോപ്പിലോട്ട് കൊണ്ടുപോകാം, അതുപോലെ റൈറ്റ് ഏരോ, അതുപോലെ ലെഫ്റ്റ് ഏരോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇൻസേർഷൻ പോയിന്റിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ ഡോക്യുമെന്റിന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് വേർഡാണോ വേണ്ടത് ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മളൊന്ന് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ സ്ലാൻഡഡ് ആരോ കാണാൻ കഴിയും, അതായത് റൈറ്റ് സ്ലാൻഡഡ് ആരോ കാണാൻ കഴിയും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ സെൻറ്റൻസ് നമുക്ക് ഹോൾ ലൈന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മൾട്ടിപ്പിൾ ലൈൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിന് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വേർഡ് സെലക്ട് ചെയ്താൽ മതി വെച്ചാൽ ആ വേർഡിൻ്റെ മേലെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ വേർഡിൽ ജസ്റ്റ് വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മൗസിനെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് നമ്മൾ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, ബോൾഡ് ആക്കണോ, ഇറ്റാലിക് ആക്കണോ, അണ്ടർലൈൻ ആക്കണോ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് വരുന്നതായിരിക്കും. പിന്നെ വരുന്ന സെലക്ഷൻ വന്നിട്ട് ഈ ഡോക്യുമെന്റിലുള്ള ഹോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. അതായത് ഈ ഡോക്യുമെന്റിലുള്ള എല്ലാ ടെക്സ്റ്റും എങ്ങനെ സെലക്ട് ചെയ്യാന്നാണ്. അപ്പോൾ ഇനി നമുക്കൊന്നില്ലെങ്കിൽ ഇവിടെ എഡിറ്റിംഗ് പറഞ്ഞ സെക്ഷനകത്ത്, അതായത് ഹോം ടാബിനകത്ത് എഡിറ്റിംഗ് പറഞ്ഞ സെക്ഷനകത്ത് സെലക്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ സെലക്ട് ഓൾ പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒന്നിൽ നമുക്ക് ഇങ്ങനെ ഈ ഡോക്യുമെന്റ്സിലുള്ള എല്ലാ ടെക്സ്റ്റും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് കീ ആയ Ctrl+A പ്രസ് ചെയ്താലും മതി. Ctrl+A പ്രസ് ചെയ്താലും നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിലുള്ള എല്ലാ ടെക്സ്റ്റും സെലക്ട് ആവുന്നതാണ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഇനി ഈ ഒരു ഡോക്യുമെന്റിലുള്ള ടെക്സ്റ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ രീതിയിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ മെത്തേഡ് പറയുന്നത് നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കീബോർഡിലുള്ള ഡിലീറ്റ് പറഞ്ഞ ബട്ടന് പ്രസ് ചെയ്താൽ മതി. ഇനി അതല്ല നമുക്ക് ബാക്ക് സ്പേസ് കീ വെച്ചിട്ടും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് സ്പേസ് കീ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെഫ്റ്റിലുള്ള ലെറ്റേഴ്സാണ് അല്ലെങ്കിൽ ടെക്സ്റ്റുകളാണ് ഡിലീറ്റ് ആയി പോവുക. അപ്പോൾ ഞാൻ ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടാണ് അത് ഡിലീറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡിലീറ്റ് പറഞ്ഞ കീ വെച്ചിട്ടും ഡിലീറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേർഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കട്ട്, കോപ്പി, പേസ്റ്റ് ഓപ്ഷൻസ് ആണ്. കട്ട് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടെക്സ്റ്റ് കട്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം.
കോപ്പി പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് വേണ്ട ടെക്സ്റ്റിന് ആദ്യം സെലക്ട് ചെയ്യാം. ഞാൻ ഇത്ര സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോമിനകത്ത് കട്ട് കോപ്പി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ പേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ കോപ്പി പറഞ്ഞ ഓപ്ഷൻ ആദ്യം സെലക്ട് ചെയ്യാം. അപ്പോൾ അത് കോപ്പി ചെയ്യണ്ടാവും. അല്ലെങ്കിൽ കോപ്പിയുടെ ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+C. നമ്മുടെ വേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+C പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് കോപ്പി ആയിക്കോളും. എന്നിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ലൊക്കേഷനിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഡോക്യുമെൻ്റിനുള്ളിൽ തന്നെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പേസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഒന്നില്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+V പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പേസ്റ്റിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസും വരുന്നുണ്ട്. അതായത് സോഴ്സിലുള്ള അതേ ഫോർമാറ്റ് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. നമ്മൾ എവിടെ നിന്നാണോ കോപ്പി ചെയ്തത് ആ പേജിലുള്ള ആ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണോ അതേ ഫോർമാറ്റിൽ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ മെർജ് ഫോർമാറ്റിംഗ് ഉണ്ട്. അതുപോലെ പിക്ചറോടെ കൂടി നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് മാത്രം നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി കീപ് ടെക്സ്റ്റ് ഓൺലി പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നത് പേസ്റ്റ് ആവും. അപ്പം നമ്മൾ ഈ ഒരു ഒന്നിൽ കൂടുതൽ വേർഡ്സ് കോപ്പി ചെയ്തത് ഇവിടെ കൊണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് കോപ്പി പേസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ. നെക്സ്റ്റ് നമ്മൾ കട്ട് പേസ്റ്റ് ആണ് ചെയ്യാവുന്നത്. ഇപ്പോൾ നോർമലി ഇവിടെ നമ്മൾ കട്ടും കോപ്പിയും ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ അത് എനേബിൾ ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ഇൻസേർട്ട് പറഞ്ഞ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് സെലക്ട് ചെയ്തപ്പോഴാണ് ഇവിടെ രണ്ടും എനേബിൾ ആയി വന്നത്. പിന്നെ ഇതിന് കട്ട് നിർത്തണം. കട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു സെലക്ട് ചെയ്ത ടെക്സ്റ്റ് അവിടെ നിന്ന് കട്ടാവുന്നതായിരിക്കും. കട്ട് നിർത്തും. അതുകൊണ്ട് അവിടെ ടെക്സ്റ്റ് കട്ടായി. ഇനി കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട് Ctrl+X. അതുപോലെ പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+V ആണ്. അപ്പോൾ ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ Ctrl+P സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കട്ട് കോപ്പി പേസ്റ്റ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡാണ്. അതായത് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് മൗസിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്യുമ്പോൾ മൗസിൻ്റെ അടുത്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കാണും. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്യണമെന്നാണ്. എന്നിട്ട് നമുക്ക് എവിടെയാണോ അത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് മൗസ് റിലീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെയുള്ള ആ ഒരു ടെക്സ്റ്റ് നമ്മൾ എവിടെയാണോ മൂവ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺഡു റീഡു ആണ്. അൺഡു പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു ചേഞ്ച് അൺഡു ചെയ്യാനാണ്. അപ്പോൾ നമ്മളിവിടെ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. അതിപ്പോൾ നമുക്ക് അൺഡു ചെയ്യണമെങ്കിൽ അൺഡു ഓപ്ഷനിൽ പോവാം. അത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയും, അൺഡു പറഞ്ഞൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+Z പ്രസ് ചെയ്താലും മതി. Ctrl+Z പ്രസ് ചെയ്താലും നമുക്ക് അൺഡു ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്ന ഓപ്ഷനാണ് ജസ്റ്റ് നമുക്കൊന്ന് അൺഡു ചെയ്ത് നോക്കാം. അൺഡു ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തത് അൺഡു ആയി. ഇനി വരുന്ന ഓപ്ഷനാണ് റീഡു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത അൺഡുവിനെ വീണ്ടും ചെയ്യാനാണ് റീഡു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. അതിനും ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+Y. നമ്മൾ ജസ്റ്റ് Ctrl+Y പ്രസ് ചെയ്താൽ അത് റീഡു ആവും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത അൺഡു അത് റീഡു ആയിട്ട്. വീണ്ടും നമുക്ക് വേണമെങ്കിൽ അൺഡു ചെയ്യാം, അതുപോലെ റീഡു ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ടെക്സ്റ്റ് ആണോ ഫോർമാറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബോക്സോട് അപ്പിയർ ചെയ്യും. അപ്പോൾ അതിൽ ബോൾഡ് ആക്കണമെങ്കിൽ ജസ്റ്റ് B പ്രസ് ചെയ്യാം. നമുക്ക് ഇവിടെയും ചെയ്യാം, അതുപോലെ തന്നെ അതേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഇതിനകത്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ബോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബോൾഡ് ആവും. അതുപോലെ ഇറ്റാലിക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റാലിക് ആവും. അണ്ടർലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർലൈനും. ഇതിനൊക്കെ ഓരോ ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+B, Ctrl+I, Ctrl+U ഉണ്ട്. ഇപ്പോൾ Ctrl+U അടിച്ചാൽ അത് നമുക്ക് അണ്ടർലൈൻ വരും.
പിന്നെ വന്നിട്ട് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് ഇതിലിപ്പോൾ യെല്ലോ ആണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ടെക്സ്റ്റിൻ്റെ കളർ, അതായത് ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യണത് അതിനനുസരിച്ച് ഫോണ്ട് കളർ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ റെഡ് ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് കളർ നമുക്ക് ഇഷ്ടപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ റെഡ് സെലക്ട് ചെയ്ത റെഡായി. പിന്നെ വരുന്നത് ഫോണ്ട് ചേഞ്ച് ചെയ്യാനാണ്. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ ഇവിടെ കാലിബർ, ബോഡി ഫണ്ട് കിടക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിടാം. അതുപോലെ ഇവിടെ സൈസ് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തിടാം. ഇപ്പോൾ 15 വേണമെങ്കിൽ 15 കൊടുത്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്താൽ അതിനനുസരിച്ച് സൈസ് കൂടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈസ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് നമ്മുടെ ഈ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ അതിൻ്റെ ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് അലൈനിലാണ് കിടക്കുന്നത്, അത് നമുക്ക് മിഡിൽ അലൈൻ ചെയ്യാം. അതുപോലെ റൈറ്റ് അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ചേഞ്ച് കേസ് ആണ്. ചേഞ്ച് കേസിൽ സെൻറ്റൻസ് കേസ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, അപ്പർ കേസ് ഉണ്ട്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ഉണ്ട്, ടോഗിൾ കേസ് ഉണ്ട്. സെൻറ്റൻസ് കേസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ലോവർ കേസ് പറഞ്ഞാൽ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആവും. പിന്നെ വരുന്നത് അപ്പർ കേസ് പറയുന്നത് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവും. പിന്നെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് പറയുമ്പോൾ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് വരുന്നതായിരിക്കും. പിന്നെ വരുന്ന ഓപ്ഷൻ വന്നിട്ട് ടോഗിൾ കേസ് ആണ്. അതായത് സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, അങ്ങനെ ഓരോ വേർഡിലും സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ അങ്ങനെയായിട്ട് വരും. അപ്പോൾ ഇതാണ് ചേഞ്ച് കേസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് ഈ ഇതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഡയലോഗ് ബോക്സിലും വരുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇതിനകത്ത് സിമ്പിൾസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എവിടെയാണോ ഇക്വേഷൻസ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ആ ഒരു സ്പേസ് സെലക്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇൻസേർട്ടിനകത്ത് ഇക്വേഷൻസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇക്വേഷൻസ് കാണാം. അപ്പോൾ അവിടെ ഏത് ഇക്വേഷനാണോ വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അല്ലാണ്ട് നമുക്ക് പുതിയതായിട്ട് ഇക്വേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ന്യൂ ഇക്വേഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇക്വേഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് എനേബിൾ ആവാത്തത്. ഇവിടെ ഇൻസേർട്ട് ന്യൂ ഇക്വേഷൻ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഇക്വേഷൻസ് ആഡ് ചെയ്യാം. അതുപോലെ സിമ്പിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഒത്തിരി സിമ്പിൾസ് ഉണ്ട്. കൂടുതൽ സിമ്പിൾസ് കാണണമെങ്കിൽ മോർ സിമ്പിൾസിൽ പോയാൽ മതി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും സിമ്പിൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിമ്പിൾ നമുക്കിവിടെ ഇൻസേർട്ട് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വന്നത് ഇൻഡന്റ് മാർക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് മെയിനായിട്ട് 4 ഇൻഡന്റ് മാർക്കേഴ്സ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ്, പിന്നെ വരുന്നത് ലെഫ്റ്റ് ഇൻഡന്റ്, പിന്നെ റൈറ്റ് ഇൻഡന്റ്. ഇനി നമ്മൾ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് യൂസ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് ഇൻഡന്റ് വന്നിട്ട് ഹാങ്ങിങ് ഇൻഡന്റ് ആയിട്ട് മാറും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാരഗ്രാഫ് എടുക്കുന്നു. പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ എടുക്കുന്നു. അപ്പോൾ ഇൻഡന്റ് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ കുറച്ച് സ്പേസ് വിട്ടുന്നല്ലേ നമ്മൾ പാരഗ്രാഫ് എഴുതാം, അങ്ങനെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടാബ് അടിക്കാം. ടാബ് അടിച്ച് നമുക്ക് കാണാം നമ്മുടെ ഇൻഡന്റ് ഒന്ന് ഇവിടെ നീങ്ങിയിട്ടുണ്ടാവും. ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് നീങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് ഇൻഡന്റ് ആണ്. അതുപോലെ ഇത് നമ്മുടെ റൈറ്റ് ഇൻഡന്റ് ആണ്. പിന്നെ ഞാൻ ഈ ഒരു പാരഗ്രാഫിൻ്റെ അടുത്ത ലൈനുകൾസ് അതിന് നമ്മൾ ഹാങ്ങിങ് ഇൻഡന്റ് പറയാം. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് ഇൻഡന്റും പോയിട്ട് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഈ ലെഫ്റ്റ് ഇൻഡന്റിന് പോയിട്ട് ഹാങ്ങിങ് ഇൻഡന്റ് ആയി ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് മാറില്ല, ഹാങ്ങിങ് ഇൻഡന്റ് മാത്രമാണ് അവിടെ എഡിറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടപ്രകാരം ഈ ഇൻഡന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഡന്റ് ഇങ്ങനെ മാറ്റാതെ വേറെ രീതിയിലും മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതിൻ്റെ ഇൻഡന്റ് ആണോ മാറ്റേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹോമിനകത്ത് ഡിക്രീസ് ഇൻഡന്റ് അതുപോലെ ഇൻക്രീസ് ഇൻഡന്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻക്രീസ് ഇൻഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡന്റ് അവിടെ കൂടുതലായി കൊണ്ടിരിക്കും.
ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഡിക്രീസ് ഇൻഡെന്റ് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻഡെന്റ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മളിപ്പോൾ പഠിച്ച ട്യൂട്ടോറിയലിന്റെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ആദ്യം ഇൻസേർഷൻ പോയിന്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അതുപോലെ ഒരു ടെക്സ്റ്റ് ഇതിനകത്ത് എങ്ങനെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, കട്ട് ചെയ്യാം, അതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ടെക്സ്റ്റിനെ മാറ്റി വയ്ക്കാം, അതുപോലെ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഇതിനകത്ത് എങ്ങനെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ സിമ്പിൾസ്, ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ അൺഡു ചെയ്യാം, റീഡു ചെയ്യാം എന്നൊക്കെയാണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് എങ്ങനെ മാറ്റുക, ഫോണ്ട് കളർ, ടെക്സ്റ്റ് കേസ് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻഡെന്റ് മാർക്കേഴ്സ് ആണ്. ഇൻഡെന്റ് മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പാരഗ്രാഫ് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാം, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്തത്.